നടത്തിക്കൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി എം.എ. ബിന്ദുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ നിരാഹാര സമരം ഇവിടെ നടക്കുന്നത്. 39 ദിവസം നടത്തുന്ന അതികഠിനമായ സഹന സമരത്തിനൊടുവിലാണ് ഞങ്ങൾ ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. കൂടെ തങ്കമണിയും ശ്രീമതി ഷീജയും രണ്ടുപേരും ആശാവർക്കർമാരാണ്. മന്ത്രി എല്ലാ ചർച്ചയിലും അല്ലെങ്കിൽ നേതാക്കന്മാർ എല്ലാ ചർച്ചയിലും നേതൃത്വത്തെയും ആശാവർക്കർമാരെയും രണ്ടായി ചിത്രീകരിക്കുവാനുള്ള വളരെ ഗൂഢമായ പരിശ്രമങ്ങൾ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് ട്രേഡ് യൂണിയനിൽ അതത് മേഖലയിൽ നിന്ന് മാത്രമുള്ള ആളുകളാണോ ആ ട്രേഡ് യൂണിയൻ അകത്തിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു ബാലപാഠം പോലും അറിയാതെ ഇത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പല കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ടും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിജീവിച്ചാണ് ഈ സമരം മുന്നേറുന്നത്. ഇവിടെ ഒരു നേതൃത്വത്തെയും ഒരാശയെയും ഒറ്റപ്പെടുത്താൻ ഇവിടെ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിരാഹാര സമര മുഖത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ തന്നെ ഉണ്ടെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് 3 പേരെയും ഈ സമരസമിതിക്ക് വേണ്ടി കഴിഞ്ഞ 39 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് വേണ്ടി ഈ കേരളത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം നിരാഹാരം കിടക്കാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തത്, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ഇതൊരു സ്വന്തം വിഷയമായി കണ്ടുകൊണ്ട് ആശാവർക്കർമാർ അനുഭവിക്കുന്ന വിഷയത്തെ സ്വന്തം ജീവിത പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ ഈ സമരത്തിൻ്റെ ന്യായയുക്തത കൊണ്ടെത്തിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 10-ാം തീയതി മുതൽ ഇവിടെ വന്ന ഈ 39 ദിവസവും നൂറുകണക്കിന് സംഘടനകൾ, വ്യക്തികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ, അതുപോലെ തന്നെ കലാരംഗത്തുള്ള ആളുകൾ തുടങ്ങി സർവ്വ മേഖലയിലെ ആളുകളും വന്ന് ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മുടെ നിരാഹാരം ആരംഭിക്കാനുള്ള സമയം നേരത്തെ പ്രഖ്യാപിച്ചനുസരിച്ച് അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നേരെ നിരാഹാര സമരത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ പ്രിയപ്പെട്ട ഡോക്ടർ കെ.ജി. താരയെ ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരമായി ക്ഷണിക്കുന്നു. ഡോക്ടർ കെ.ജി. താര
ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് അങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടത് ഈ ദിവസമാണ് വേണ്ടത്. ഇവിടെ ഞാൻ വരുമ്പോൾ വാസ്തവത്തിൽ കയ്യടിയല്ല പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കൂടുതലാണ് കിട്ടേണ്ടതെന്ന് എനിക്ക്. കാരണം ഈ സമരത്തിൽ നിങ്ങളോടൊപ്പം നിരാഹാരം കിടക്കാൻ എനിക്ക് കഴിയാത്തതിലുള്ള അപമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ അപമാന ഭാരവും പേർക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അത് ശാസ്ത്രത്തിന്റെ ഒരു നിയമമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ഈ ഭരണകൂടത്തിന് എതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും.